RSS, VHP, ബജ്രംഗ് ദൾ എന്നീ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണം. RSS മേധാവി മോഹൻ ഭാഗവത് അടക്കമുള്ള ഉന്നത നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണം. ഇത് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവല്ല കേട്ടോ. 2 പതിറ്റാണ്ടിലേറെയായി സംഘപരിവാറിന്റെ ഉള്ളറകളിൽ പ്രവർത്തിച്ച ബോംബ് നിർമ്മാണത്തിനടക്കം പരിശീലനം നേടിയ ഒരു മുൻ RSS പ്രചാരകാണ്. യശ്വന്ത് സിൻഹ എന്ന മുൻ പ്രചാരക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയം ഗാർഗയ്ക്കും അയച്ച കത്താണ് കേട്ടോ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റാൻ രാജ്യത്തുടനീളം നൂറുകണക്കിന് ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ സംഘപരിവാർ വലിയൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്ന അതിഗുരുതരമായ ആരോപണമാണ് ഷിൻഡെ കത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. രാജ്യത്ത് ഭയവും അവിശ്വാസവും വളർത്തുക, സ്ഫോടനങ്ങൾ നടത്തി പൊതുജനങ്ങളെ ഭീതിയിലാക്കുക, തുടർന്ന് വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് പെട്ടിയിലാക്കുക. ഇതായിരുന്നു അന്ന് BJP ആസൂത്രണം ചെയ്ത തന്ത്രം. എന്നാൽ ആ ആസൂത്രണം മുഴുവനായി നടപ്പിലാക്കാതെ പോയതിനു കാരണം ഷിൻഡെയുടെ ഇടപെടലാണ്. ബോംബ് നിർമ്മാണ ക്യാമ്പിൽ പങ്കെടുത്ത ചിലരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എങ്കിലും അതിനു മുമ്പ് തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വിനാശകരമായ പദ്ധതിയുടെ ചില ഘട്ടങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു എന്നത് ചരിത്രമാണ്. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായിരുന്ന ഷിൻഡെ RSSന്റെ ഉള്ളറകളെ കുറിച്ച് പറയുന്നത് ഇവിടെ തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. 2003 പൂനെയിലെ സിൻഹാഗഡ് കോട്ടയ്ക്ക് സമീപം വെച്ചായിരുന്നു ഷിൻഡെക്ക് ആദ്യമായി ബോംബ് പരിശീലനം ലഭിച്ചത്. അന്ന് VHP അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാന്തയുടെ നേതൃത്വത്തിൽ താൻ ഉൾപ്പെടെ 20ഓളം പേർക്ക് അവിടെ വെച്ച് ബോംബ് നിർമ്മാണ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ക്യാമ്പിൽ സൈന്യത്തിൽ നിന്നുള്ള ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയും കാട്ടിൽ പരിശീലനാർത്ഥം ബോംബ് സ്ഫോടനം നടത്തിയതായും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് 2003-2004 കാലഘട്ടത്തിൽ ജൽന, പർഭാനി, പൂർണ എന്നിവിടങ്ങളിലെ പള്ളികളിൽ സഹപരിശീലകർ സ്ഫോടനം നടത്തിയതായും പാകിസ്ഥാനിൽ പോലും രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ പരിശീലനം ലഭിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. 2006 ഏപ്രിലിൽ നദേഡിൽ ഒരു RSS പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തോടെയാണ് പല സത്യങ്ങളും പുറത്തു വരുന്നത്. ഔറംഗാബാദിലെ പള്ളി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോംബ് നിർമ്മാണമായിരുന്നു അതെന്ന് പിന്നീട് CBI കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ സാക്ഷിയാവാൻ ആവശ്യപ്പെട്ട് 2022 ഓഗസ്റ്റിൽ പ്രത്യേക CBI കോടതിയിൽ ഷിൻഡെ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ആദ്യം ഈ ഹർജി പരിഗണിച്ചുവെങ്കിലും പിന്നീട് ആ ഹർജി പരിഗണിച്ച ജഡ്ജി AR ദമേച്ചിയെ പെട്ടെന്ന് സ്ഥലം മാറ്റുകയായിരുന്നു. തുടർന്ന് വന്ന പുതിയ ജഡ്ജി ഷിൻഡെയുടെ ഹർജി തള്ളുകയായിരുന്നു. ഒടുവിൽ 2025 ജനുവരി 4 നദേഡ് കോടതി പ്രതികളായ 9 സംഘപരിവാർ പ്രവർത്തകരെ വെറുതെ വിട്ടു. ഈ കേസിൽ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടി എന്നാണ് VHP ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത് മാത്രമല്ല കേട്ടോ, RSSന്റെ പ്രമുഖ നേതാക്കൾക്കു നേരെയും അദ്ദേഹം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നുണ്ട്. 2000ങ്ങളുടെ തുടക്കത്തിൽ രാജ്യത്തുണ്ടായ സ്ഫോടന പരമ്പരകളിൽ RSS മേധാവി മോഹൻ ഭാഗവത്, മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാർ, VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരാന്തെ എന്നിവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് ഷിൻഡെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അജ്മീർ ഷെരീഫ് ദർഗാ സ്ഫോടന കേസിലെ ഇന്ദ്രേഷ് കുമാർ 2008 മലേഗാവ് സ്ഫോടന കേസിൽ വിചാരണ നേരിടുകയും പിന്നീട് കോടതി വെറുതെ വിടുകയും ചെയ്ത കേണൽ പ്രസാദ് പുരോഹിത്, മുൻ BJP MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്നിവർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് കേട്ടോ ഷിൻഡെ കത്തിൽ ഉന്നയിക്കുന്നത്. കേസിൽ കോടതി വിധികൾ വരികയും പ്രതികൾ വെറുതെ വിടപ്പെടുകയും ചെയ്തുവെങ്കിലും കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് RSSോ VHPയോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇതുകൂടാതെ 1998 പൊക്രാൻ അണുപരീക്ഷണം, കാർഗിൽ യുദ്ധം, 2002 ഗുജറാത്ത് വംശഹത്യ, 2019 പുൽവാമ ആക്രമണം, കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ എന്നിവയിലൊക്കെ BJP RSS നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ഗുരുതരമായ ആരോപണവും ഷിൻഡെ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഹിന്ദുമതം മഹത്തരമാണ്, ഹിന്ദുക്കൾക്ക് ഭീകരതയുമായി ഒത്തുപോകാനാകില്ല. എന്നാൽ VHPയും RSSും ബജ്രംഗ് ദളും BJPയുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിരപരാധികളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കുന്നുവെന്നാണ് ഷിൻഡെ പറയുന്നത്. താൻ കണ്ടതും അനുഭവിച്ചതുമായ ഈ പച്ചയായ സത്യങ്ങൾ കോടതി തള്ളിക്കളഞ്ഞപ്പോഴാണ് ഒരു അവസാന ശ്രമമെന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ആഭ്യന്തരമന്ത്രിമാർക്ക് ഒരു കത്തായി അയച്ചിരിക്കുന്നത്. ഇതിനെ ഭരണകൂടം എങ്ങനെ പരിഗണിക്കുമെന്ന് നാം കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.